കാണുള്ളൂ. പക്ഷെ മൈ ലൈഫ് സ്റ്റൈൽ ഇന്ന് ആദ്യമായി കേൾക്കുന്ന വ്യക്തികൾ മനസ്സിലാക്കണം, നിങ്ങൾ ഒന്ന് തുടങ്ങാനൊന്ന് സമ്മതം പൊളിയാൽ മതി, യെസ് എന്ന് പറഞ്ഞാൽ മതി. നിങ്ങളെ വിജയിപ്പിക്കാൻ ഒരു 10 പേര് ചുറ്റും കാണും. അതാണ് മൈ ലൈഫ് സ്റ്റൈൽ. ഇതൊരു ടീം ഗെയിം ആണെന്ന് മനസ്സിലാക്കൂ. നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ അവസ്ഥ എന്തോ ആകട്ടെ, നിങ്ങളിപ്പോ ചിലപ്പോൾ ചിന്തിക്കും, എനിക്കിങ്ങനെ ഈ ശ്രീജിത്തിനെ പോലെ സംസാരിക്കാൻ പറ്റുമോ എന്നൊക്കെ ചിന്തിക്കും. മൈ ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ഈ ബിസിനസ്സിൽ വന്നതിന് ശേഷമാണ് എല്ലാ അഭ്യാസവും പഠിച്ചത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഹൈസ്കൂൾ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ബുധനാഴ്ച ദിവസം ക്ലാസ് ടീച്ചർ വൈകുന്നേരത്തെ പീരീഡിൽ, അവസാനത്തെ പീരീഡിൽ വന്നിട്ട് എന്നോട് പറഞ്ഞു, ഇനി സാഹിത്യ സമാജമാണ്, നീ സ്വാഗതം പറ എന്ന് പറഞ്ഞു. മൈ ഡിയർ ഫ്രണ്ട്സ്, അന്നൊരു ബുധനാഴ്ചയായിരുന്നു. ഞാൻ എഴുന്നേറ്റ് സ്വാഗതം എന്ന് പറഞ്ഞു. അത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ ഞാൻ വീട്ടിലിരിക്കുന്നതാണ് എനിക്ക് ഓർമ്മ. വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും ഞാൻ സ്കൂളിൽ പോയിട്ടില്ല. ശനിയും ഞായറും പോകേണ്ടി വന്നിട്ടില്ല. തിങ്കളാഴ്ച വന്നിട്ട് നിക്കറിൽ മുഴുവൊന്നും ഒരു പ്രശ്നമല്ലടാ, നീ വാ എന്ന് പറഞ്ഞ് മാഷ് കൂട്ടിക്കൊണ്ടുപോയത് കൊണ്ടാണ് ഞാൻ സ്കൂളിൽ പോകാൻ പിന്നീട് പറ്റിയത്. മനസ്സിലായോ? ഇങ്ങനത്തെ ഒരാളാണ് ഇന്ന് സ്റ്റേജിൽ നിന്ന് സംസാരിക്കുന്നത്. മൈ ഡിയർ ഫ്രണ്ട്സ്, ഇവിടെ നിങ്ങളുടെ കഴിവിന് നിങ്ങൾ ഇപ്പോൾ ആരാണ് എന്നുള്ളതിന് ഒരു പ്രസക്തിയും ഇല്ല. കാരണം ഇത് നിങ്ങളുടെ ബാധ്യത മാത്രമാകുന്ന ഒരു ബിസിനസ് അല്ല. ഈ ബിസിനസ് നിങ്ങളുടെ കഴിവിനെ ആശ്രയിച്ചല്ല വളരുന്നത്. നമ്മുടെ സാധ്യതകൾ ഉപയോഗപ്പെടുത്താൻ നമ്മുടെ ടീം, നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ ടീം ഉണ്ടാകും. അതുകൊണ്ട് ഇവിടെ ഏത് വ്യക്തിക്കും വിജയിക്കാൻ കഴിയും, ഒരു സംശയവുമില്ല, ഒരു സംശയവുമില്ല. ഇതിൽ ചെയ്യാനുള്ള ചെറിയ നിസ്സാരമായ കാര്യങ്ങളുണ്ട്, അത് ചെയ്താൽ മതി. ഒന്നാമത്തെ കാര്യം, ഈ ബിസിനസ് ആരംഭിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് എന്ത് എന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ സുഹൃത്തോ ബന്ധുവോ ഇന്ന് നിങ്ങളെ ഇങ്ങോട്ടേക്ക് വിളിച്ച സമയത്ത് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാകും. ഒരുപക്ഷെ മലപ്പുറത്ത് പോയി നമുക്ക് ഒരു ബിരിയാണി കഴിച്ചേക്കാമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഒരു പരിപാടി ഉണ്ട്, പാർട്ടി ഉണ്ട് എന്ന് പറഞ്ഞൊക്കെ എനിക്ക് വിളിച്ചിട്ടുണ്ടാവും. എനിക്കറിയില്ല. ഇനി ചിലർ വിളിച്ചിട്ടുണ്ടാവും, വലിയൊരു സാധനം അങ്ങ് കണ്ണൂരിൽ നിന്ന് വരുന്നുണ്ടോന്ന് കണ്ടേക്കാം എന്ന് പറഞ്ഞിട്ടൊക്കെ എനിക്ക് വിളിച്ചിട്ടുണ്ടാവും. എന്തോ ആവട്ടെ, ഇവിടെ വന്ന് ഇപ്പോൾ നിങ്ങൾ നിരാശനായിരിക്കും. ഇതാണല്ലോ ഇവർ പറഞ്ഞ വലിയ സാധനം എന്ന് നിരാശനായിരിക്കും. പക്ഷെ നിങ്ങളെ വിളിച്ചു, നിങ്ങളുടെ ബന്ധുവോ സുഹൃത്തോ, വിളിച്ചയാളിന്റെ വികാരം നിങ്ങൾ മനസ്സിലാക്കണം. വിളിച്ചയാളുടെ വികാരം ഒന്ന് മാത്രമാണ്, എനിക്ക് വിജയിക്കാൻ കഴിയുന്ന ഒരു ബിസിനസ്, ഒരു അവസരം എനിക്ക് കിട്ടി. ആ അവസരത്തിൽ ഞാൻ വിജയിക്കുമ്പോൾ എന്നോടൊപ്പം നിർബന്ധമായി ഉണ്ടായിരിക്കേണ്ട ഒരാളാണ് നിങ്ങൾ എന്ന ഉറച്ച വിശ്വാസത്തിലാണ് നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. മനസ്സിലാവും? ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു, സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്താണ്? നിങ്ങളുടെ ഒരു ബന്ധു അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സുഹൃത്ത് അദ്ദേഹത്തിന്റെ ഒരു കടയുടെ ഉദ്ഘാടനത്തിന് നിങ്ങളെ വിളിച്ചുകൊണ്ട് വിചാരിക്കും. അദ്ദേഹത്തിന്റെ ഒരു ഷോപ്പിന്റെ ഉദ്ഘാടനത്തിന് നിങ്ങൾ